42 വർഷം ഒരു മനുഷ്യനെ കണ്ടെത്താൻ ഒരു സംസ്ഥാനത്തെ പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഇന്നും ആ മനുഷ്യൻ എവിടെയാണെന്ന് കൃത്യമായി പറയാൻ കഴിയാത്ത ഒരു കേസ്. പക്ഷേ ഇന്ന് രാവിലെ വരെ കഥ മറ്റൊന്നായിരുന്നു. സുകുമാരക്കുറുപ്പ് ഇനി ജീവനോടെ ഇല്ലെന്ന് കേരള പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയെന്ന വാർത്ത. ഹൃദ്രോഗത്തെ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുറുപ്പ് മരിച്ചിരിക്കണമെന്നും കുറച്ച് വിവരങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്വേഷണം അവസാനിപ്പിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പക്ഷേ അതിനുശേഷമാണ് കഥ വീണ്ടും മാറുന്നത്. സുകുമാരക്കുറുപ്പ് ജീവനോടെയുണ്ടോ? ബ്രൂണയിലെ കുറുപ്പിനോട് സമയമുള്ള ഒരാൾ ഉണ്ടെന്ന വിവരമാണ് ഇപ്പോൾ 24 ന്യൂസ് പുറത്തുവിട്ടത്. അതായത് പോലീസ് കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്ത വന്ന അതേ ദിവസം തന്നെ കുറുപ്പ് മരിച്ചിട്ടില്ല, ബ്രൂണോയിൽ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന പുതിയ അവകാശവാദം. അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? പോലീസ് കണ്ടെത്തിയത് എന്താണ്? 24 ന്യൂസ് പുറത്തുവിട്ട വിവരം എത്രത്തോളം വിശ്വസിക്കാം? ഇനി സുകുമാരക്കുറുപ്പിനെ വീണ്ടും അന്വേഷിക്കുമോ? ഇതെല്ലാം നമുക്ക് ഒരു വീഡിയോയിൽ നോക്കാം. വർഷം 1984 ജനുവരി 22 കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകം. ചാക്കോ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ ശേഷം അയാളുടെ മൃതദേഹം കാറിലിട്ടു കത്തിച്ചു. പക്ഷേ ഇത് ഒരു സാധാരണ കൊലപാതകം ആയിരുന്നില്ല. പിന്നീട് അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന ഒരു കഥയായിരുന്നു. സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുക എന്നായിരുന്നു സുകുമാരക്കുറുപ്പിൻ്റെ ലക്ഷ്യം. സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനായി അദ്ദേഹം കണ്ടെത്തിയ വഴി സുകുമാരക്കുറുപ്പ് സ്വന്തം മരണത്തിന് സമാനമായ ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു. കുറുപ്പിന്റെ പേരിലുണ്ടായിരുന്ന ഏകദേശം 8 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക സ്വന്തമാക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്നത്തെ 8 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. പക്ഷേ പദ്ധതി പൂർണ്ണമായി വിജയിച്ചില്ല. സംഭവത്തിന് പിന്നാലെ അന്വേഷണം ശക്തമായി. കേസുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാം പിടികൂടി. കുറുപ്പ് എവിടെയാണെന്ന അന്വേഷണവും ആരംഭിച്ചു. പക്ഷേ സുകുമാരക്കുറുപ്പ് അപ്പോഴേക്കും അപ്രത്യക്ഷനായിരുന്നു. അതിനുശേഷം കേരളം കണ്ടത് 4 പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു വേട്ടയായിരുന്നു. കുറുപ്പിനെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കണ്ടതായി പലപ്പോഴും വിവരങ്ങൾ ലഭിച്ചു. വടക്കേ ഇന്ത്യയിൽ, കൊൽക്കത്തയിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പലരും പോലീസിനെ വിളിച്ചു. ഈ ആളെ കണ്ടെത്തിയിട്ടുണ്ട്, ഇത് സുകുമാരക്കുറുപ്പായിരിക്കും എന്നിങ്ങനെ പല വിവരങ്ങളും. പക്ഷേ ഒന്നും ഒരു നിർണായകമായില്ല. ഇന്റർപോൾ ഉൾപ്പെടെയുള്ള അന്വേഷണ സംവിധാനങ്ങളിലേക്കും കേസ് എത്തിയിരുന്നു. എന്നിട്ടും കുറുപ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ കാലം കടന്നുപോയി. കുറുപ്പിൻ്റെ പഴയ ചിത്രങ്ങൾ മാത്രമായിരുന്നു അന്വേഷണത്തിന് പ്രധാനമായും ആശ്രയം. ഒരു മനുഷ്യൻ്റെ മുഖം 40 വർഷം കൊണ്ട് എത്രമാത്രം മാറും? അത് തന്നെയായിരുന്നു അന്വേഷണത്തിൻ്റെ വലിയ വെല്ലുവിളികളിൽ ഒന്ന്. പക്ഷേ 2026 ഈ ഒരു പഴയ കേസ് വീണ്ടും സജീവമായി. ജൂലൈയിൽ ക്രൈംബ്രാഞ്ച് വീണ്ടും പരിശോധനയ്ക്ക് തുടങ്ങി. പഴയ ഫയലുകളും പരിശോധിച്ചു. പഴയ വിവരങ്ങൾ വീണ്ടും പരിശോധിച്ചു. അതിനിടെയാണ് രത്നമ്മ എന്ന നഴ്സിന്റെ മൊഴി വീണ്ടും ശ്രദ്ധയിൽപ്പെടുന്നത്. താൻ വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ വെച്ച് സുകുമാരക്കുറുപ്പിനെ കണ്ടെന്നാണ് രത്നമ്മ പറഞ്ഞത്. 2026 ജൂലൈയിൽ അവർ വീണ്ടും ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുകയും ചെയ്തു. താൻ കണ്ടത് സുകുമാരക്കുറുപ്പിനെ തന്നെയാണെന്ന നിലപാടിലാണ് രത്നമ്മ. അവരുടെ മൊഴി അനുസരിച്ച് കുറുപ്പ് നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയിരുന്നു. എന്നാൽ രത്നമ്മ കുറുപ്പിനെ തിരിച്ചറിഞ്ഞതായി മനസ്സിലായതോടെ അവിടെ നിന്നും അയാൾ പോയെന്നാണ് അവരുടെ അവകാശവാദം. ഇതെല്ലാം വീണ്ടും അന്വേഷണത്തിന് പുതിയ ദിശ നൽകി. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. 2026 ഓഗസ്റ്റ് 27 പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ അന്വേഷണ സംഘം സുകുമാരക്കുറുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മരിച്ചിരിക്കണമെന്ന നിഗമനത്തിലാണ്. ഹൃദ്രോഗത്തെ തുടർന്ന് മരിച്ചുവെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ലഭിച്ച വിവരങ്ങൾ. കുറുപ്പിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കൾക്ക് വർഷങ്ങളായി അദ്ദേഹവുമായി ബന്ധമില്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയ റിപ്പോർട്ടുകളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് ആലോചിച്ചത്. അതായത് പോലീസിൻ്റെ ഇപ്പോഴും നിലപാട് ഏകദേശം ഇങ്ങനെയാണ്: കുറുപ്പ് ജീവിച്ചിരിപ്പില്ല. കേസ് അവസാനിപ്പിക്കാനുള്ള നടപടികളിലേക്ക് പോലും അന്വേഷണം എത്തിയിരുന്നു. പക്ഷേ അപ്പോഴാണ് മറ്റൊരു വാർത്ത എത്തുന്നത്. സുകുമാരക്കുറുപ്പ് മരിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ 24 ന്യൂസ് പുറത്തുവിട്ട റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ വിവരമാണ് വീണ്ടും ചർച്ചയായത്. ബ്രൂണയിൽ സുകുമാരക്കുറുപ്പിനോട് രൂപസാദൃശ്യമുള്ള ഒരാൾ വയോധികനുണ്ടെന്നാണ് അവകാശവാദം. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി അവിടെ കഴിയുന്ന ഒരാളിലേക്കാണ് സംശയം നിലനിന്നെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ 42 വർഷമായി കേരളത്തിലേക്ക് വയ്ക്കുന്ന ആ ഒരു ചോദ്യം വീണ്ടും മുന്നിലെത്തുകയാണ്. സുകുമാരക്കുറുപ്പ് ശരിക്കും മരിച്ചോ? അതോ ഇത്രയും വർഷം മറ്റൊരു പേര് ജീവിച്ചിരുന്നോ? പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. ബ്രൂണയിലുള്ള വ്യക്തി സുകുമാരക്കുറുപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അത് റിപ്പോർട്ടും അവകാശവാദവും മാത്രമാണ്. DNA പരിശോധനയോ ഔദ്യോഗിക തിരിച്ചറിയലോ പോലുള്ള നിർണായക തെളിവുകൾ പുറത്തിരുന്നതുവരെ അത് സുകുമാരക്കുറുപ്പ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കത്തില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: പോലീസ് എന്തു ചെയ്യും? ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രൂണയുമായി ബന്ധപ്പെട്ട പുതിയ വിവരത്തെ സത്യാവസ്ഥ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ഇന്റർപോളിൻ്റെ സഹായം തേടാൻ നീക്കം നടത്തിയിട്ടുണ്ട്. അതായത് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പ് ലഭിച്ച പുതിയ വിവരം വീണ്ടും കാര്യമായി മാറ്റിയേക്കാം. പക്ഷേ അതിനു മുമ്പ് ചില കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ബ്രൂണയിലുള്ള ആ വ്യക്തിയുടെ യഥാർത്ഥ പേര് എന്താണ്? അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ പഴയ രേഖകളിൽ എന്താണുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രായം സുകുമാരക്കുറുപ്പുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? പഴയ ഫോട്ടോകളുമായി മുഖസാദൃശ്യം എത്രത്തോളമുണ്ട്? ഏറ്റവും പ്രധാനമായി DNA പോലുള്ള ശാസ്ത്രീയ പരിശോധനകളിലൂടെ തിരിച്ചറിയാൻ സാധ്യമാണോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഈ പുതിയ അവകാശവാദത്തിന് എത്രത്തോളം വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കേസിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത് സുകുമാരക്കുറുപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഈ കഥയുടെ മറുവശത്ത് ഒരു കുടുംബമുണ്ട്, കൊല്ലപ്പെട്ട ചാക്കോയുടെ കുടുംബം. 42 വർഷമായി ആ കുടുംബത്തിന് ഒരു ചോദ്യമുണ്ട്: യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? കുറുപ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും സംഭവത്തിൻ്റെ സത്യാവസ്ഥയ്ക്ക് ഒരു അവസാന ഉത്തരമുണ്ടാകണം. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിന് ഈ കേസിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവുകളായിരിക്കും ഒന്ന്. ചാക്കോയുടെ മകൻ ജിതിൻ ചാക്കോയെ കുറുപ്പിനെ കണ്ടെത്തണമെന്ന കുടുംബം വർഷങ്ങളായി ആഗ്രഹിക്കുന്ന കാര്യമെന്ന് ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ 42 വർഷമായി കേരളത്തേക്ക് വയ്ക്കുന്ന സുകുമാരക്കുറുപ്പ് വീണ്ടും ഒരു വാർത്തകളിൽ. ഒരു വശത്ത് കുറുപ്പ് മരിച്ചു എന്ന അന്വേഷണ സംഘം, മറുവശത്ത് ബ്രൂണയിൽ കുറുപ്പ് ജീവനോടെ ഉണ്ടായേക്കാം എന്ന പുതിയ റിപ്പോർട്ട്. ഇവയെല്ലാം എന്താണ് സത്യം?
ഇപ്പോൾ തന്നെ നിഗമനത്തിരിക്കുന്നത് ശരിയല്ല. പക്ഷേ ഈ കേസിൻ്റെ അവസാന അധ്യായം ഇവിടെ തീരുന്നില്ലെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഇന്നത്തെ സംഭവവികാസങ്ങൾ. ബ്രൂണയിലെ വ്യക്തി സുകുമാരക്കുറുപ്പ് തന്നെയാണോ? അതോ 42 വർഷം പഴക്കമുള്ള ഈ കേസിലെ മറ്റൊരു തെറ്റായ സൂചന മാത്രമാണോ? അത് തെളിയിക്കേണ്ടത് ഇനി അന്വേഷണമാണ്. ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതും നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ 42 വർഷമായി മറ്റൊരു പേരിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുകയാണോ? കമൻറ്റിൽ പറയൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.